നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിലെ ആൾക്കൂട്ട കൊലപാതകം ആസൂത്രിതമോ? ക്യാമ്പസിൽ നിന്ന് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പുറപ്പെട്ട 2ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ കേസിൽ അറസ്റ്റിലായ സിദ്ധാർത്ഥൻ്റെ സഹപാഠി കൂടിയായ രഹാൻ യാത്രാമധ്യേ മടക്കി വിളിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയല്ലേ? അതിനിടെ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ മുഖ്യ ആസൂത്രകനും മുഖ്യപ്രതിയുമായ അഖിലും അറസ്റ്റിലായി. വിഷയത്തിൽ ഇടപെട്ട ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിയോടും വെറ്ററിനറി സർവകലാശാല വിസിയോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കേസിൽ അന്വേഷണം വഴിതിരിച്ചുവിടാൻ പോലീസ് ശ്രമം ആരംഭിച്ചു. ഇന്നലെ മാധ്യമപ്രവർത്തകരോട് ഓഫ് ദ റെക്കോർഡ് SFI നേതൃത്വത്തിൽ നടന്ന ആൾക്കൂട്ട വിചാരണയാണെന്ന് പറഞ്ഞ കൽപ്പറ്റ ഡിവൈഎസ്പി TN സജീവ് ഇന്ന് ഓൺ റെക്കോർഡ് മലക്കം മറിഞ്ഞിരിക്കുന്നു. ഡിവൈഎസ്പിയുടെ വാക്കുകളിലേക്ക്. സാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് SFIയുടെ നേതൃത്വത്തിൽ സമാന്തര കോടതി പ്രവർത്തിക്കുന്നു എന്ന് DYSP എന്ന് പറഞ്ഞാണ് കമന്റ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കോടതി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരമൊന്നും ഞാൻ ഒരു ചാനലുകാരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അവിടെ സമാന്തര ആൾക്കൂട്ട വിചാരണ നടന്നു എന്ന് പറയുന്നത് ആരുടെ നേതൃത്വത്തിലാണ് സാറേ? അങ്ങനെ ഒരു പ്രത്യേക നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ലായിരുന്നു. സാറ് ഇന്നലെ നമ്മളോട് പറഞ്ഞത് അവിടെ SFIക്കാരെ മാത്രമേ ഉള്ളൂ എന്ന് സാറിന് പറഞ്ഞിരുന്നു. നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യം എന്താ? അതാണ് ഈ വളച്ചൊടിച്ച കാര്യങ്ങൾ പറയാന്ന് പറയുന്നത്. നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യം അവിടെ SFIയുടെ യൂണിറ്റ് മാത്രമല്ല പ്രവർത്തിക്കുന്നത്. അത് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു സംഘടനകൾ എത്രയുണ്ടെന്നൊക്കെ ഉള്ളത്. അതിനെപ്പറ്റി ഈ ഒരു ഇവിടെ പരാമർശിക്കുകയോ അതിൻ്റെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. കാരണം വെച്ചാൽ ആ ഒരു ഇതിൻ്റെ കെയർ ഓഫ് ഇത് വന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ നടന്നിരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പിന്തുണകൾ കൂടി ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല. കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ചെയ്ത കാര്യത്തിന് അങ്ങനെ ഒരു ആരെയും വളച്ച് ഒടിച്ച് അതിലേക്ക് ചേർക്കേണ്ട ഒരു ആവശ്യം പ്രത്യേകിച്ച് എനിക്കില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ജന ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സിദ്ധാർത്ഥൻ്റേത് ആസൂത്രിത ആൾക്കൂട്ട കൊലപാതകമോ? റിട്ടയേർഡ് SP N സുഭാഷ് ബാബു, സാമൂഹ്യ നിരീക്ഷകരായ വിദ്യാസാഗർ ഗുരുമൂർത്തി, MK ഹരിദാസ്, ABVP നേതാവ് ശ്യാംരാജ്, അഭിഭാഷക പരിഷത്ത് നേതാവ് അഡ്വക്കേറ്റ് R രാജേന്ദ്രൻ, ഇടത് നിരീക്ഷകൻ ഡോക്ടർ B ജയരാജ്, സിദ്ധാർത്ഥിൻ്റെ അമ്മാവൻ ഷിബു എന്നിവ അതിഥികളാവുന്ന എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം അഡ്വക്കേറ്റ് രാജേന്ദ്രനിൽ നിന്ന് ആരംഭിക്കുകയാണ്. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, DYSP പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചല്ലോ. ഇന്നലെ ഓഫ് ദ റെക്കോർഡ് വയനാട്ടിലെ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് ഇത് SFIയുടെ നേതൃത്വത്തിൽ നടന്ന ആൾക്കൂട്ട വിചാരണയും അത് കൊലപാതകത്തിൽ കലാശിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് വയനാട്ടിൽ നിന്നും നമ്മുടെ റിപ്പോർട്ട് എന്നെ അറിയിച്ചത്. ഇന്നിപ്പോൾ വാർത്ത വളച്ചൊടിച്ചിരിക്കുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് DYSPയുടെ നിലപാട്. വാർത്ത ആരാണ് വളച്ചൊടിച്ചത്? DYSPയുടെ വാക്കുകളിൽ നിന്നും താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ? അനിൽ നമ്പ്യാരെ, ഞാനത് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തും SFIയുടെ പ്രവർത്തകനായിരുന്ന അഭിഭാഷകനായ, ഇപ്പോഴും CPMന്റെ സജീവ പ്രവർത്തകനായ ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് വായിക്കാം. SFI എന്നാൽ ഇതൊന്നുമല്ല എന്ന് എൻ്റെ കുഞ്ഞനുജന്മാരെ പഠിപ്പിച്ചില്ലെങ്കിൽ വരുന്ന കാലം അരാജകത്വത്തിൻ്റെതായി തീരും. കാലത്തിനും ചരിത്രത്തിനും പ്രതീക്ഷ നൽകാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയണം. ഇത് തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായ ഒരു മുൻകാല SFI പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കുറിപ്പാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വവും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും SFI പ്രവർത്തകരും എല്ലാവർക്കും സുനിശ്ചിതമായിട്ടുള്ള ഒരു കാര്യമാണ്, സിദ്ധാർത്ഥന്റെ മരണം അതൊരു കൊലപാതകമാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവിടുത്തെ SFI നേതാക്കന്മാരും യൂണിറ്റ് ഭാരവാഹികൾ അടക്കമുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. ഇപ്പൊ DYSPയുടെ മലക്കം മറിച്ചലിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം കേരളത്തിലെ പോലീസ് സേനയിൽ അംഗമായ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം
അങ്ങനെ ഒരു നിലപാടെടുക്കുകയല്ലാതെ നിവൃത്തിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ നാളിതുവരെ നടന്നിട്ടുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളിലോ അല്ലാതെയുള്ള സംഘർഷങ്ങളിലോ ഒക്കെ ഏതെങ്കിലും ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന CPM വരികയാണെങ്കിൽ പോലീസ് എടുക്കുന്ന നിലപാടുകൾ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. പരുമല പമ്പയാറ്റിൽ 3 വിദ്യാർത്ഥികളെ കല്ലെറിഞ്ഞ് ആ ജലാശയത്തിൽ മുക്കിക്കൊന്നില്ലേ? ആ കേസ് എവിടെയാണ് എത്തിച്ചേർന്നത്? എത്ര നീചമായി നികൃഷ്ടമായിട്ടാണ് ആ കേസ് അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് അന്നത്തെ ഭരണകൂടത്തിനോടൊപ്പം നിന്ന പോലീസും പ്രവർത്തിച്ചത്. അവസാനം വിധി പറഞ്ഞ ന്യായാധിപന് വിധിന്യായത്തിൽ എഴുതി വെക്കേണ്ടി വന്നു, മരണപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കളുടെ ദുഃഖത്തോടൊപ്പം പങ്കുചേരാനല്ലാതെ ഈ കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. നിയമസഭയിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ E.K. നായനാർ ആ വിഷയം സബ്മിഷനായി ഉന്നയിച്ച TM ജേക്കബിനോട് ചോദിച്ചത്, ജേക്കബെ, മരിച്ചത് RSSകാരല്ലേ, നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം എന്നാ ചോദിച്ചത്. എന്നിട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പാന്റിന്റെ പോക്കറ്റിൽ വെള്ളം കയറിയത് കാരണം കുട്ടികൾ പമ്പയാറ്റിൽ മുങ്ങി മരിച്ചു എന്നാണ്. അപ്പൊ ഇതിനപ്പുറം നമ്മൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഇതേ ഉണ്ടാവുള്ളൂ. ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്തോറും ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ നടപടികളും എല്ലാ നീക്കങ്ങളും CPMന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് എന്ന് നന്നായി അറിയാവുന്ന പാർട്ടി നേതൃത്വം വളരെ ആസൂത്രിതമായി, മനോഹരമായി, വളരെ സൂക്ഷ്മമായി ഈ കേസിനെ വളച്ചൊടിക്കും, വാദി പ്രതിയാവും, അവസാനം ഒന്നുമില്ലാത്ത ഘട്ടത്തിലേക്ക് എത്തും. ഇത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോയാൽ ഈ അന്വേഷണം സ്വതന്ത്രമായി നടക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോ DYSP പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഇതില് SFI ഇല്ല, ആൾക്കൂട്ടമില്ല എന്നൊക്കെ. കൽപ്പറ്റ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ട് ഉണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 1 മുതൽ 18 വരെ വരുന്ന പ്രതികൾ മറ്റു വിദ്യാർത്ഥികളുടെ മുൻപിൽ വെച്ച് പരസ്യമായി സിദ്ധാർത്ഥിനെ ആക്ഷേപിച്ചും ആക്രമിച്ചും എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 1 മുതൽ 18 വരെ വരുന്ന പ്രതികളുടെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അവർ ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണ്? അതെന്താ അതൊക്കെ അന്വേഷിച്ച അറിയാത്ത ആൾക്കാരാണോ അല്ലെങ്കിൽ മനസ്സിലാവാത്ത ആൾക്കാരാണോ ഈ നാട്ടിലുള്ളത്? എന്നിട്ട് ഇന്നലെ ഓഫ് ദ റെക്കോർഡ് അങ്ങനെ പറഞ്ഞ DYSP ഓൺ ദ റെക്കോർഡ് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, അത്ര വലിയ സമ്മർദ്ദം ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുകളിൽ വന്നിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പോലീസുകാരും ഈ പറയുന്നത് പോലെ രാഷ്ട്രീയക്കാരന്റെ കാലു തിരുമുന്നവരൊന്നുമല്ല. പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി പലപ്പോഴും അവർക്ക് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് പെടുമ്പോഴാണ് പലപ്പോഴും പല കേസുകളും കണ്ടിട്ടുണ്ട്. കൊല്ലത്തൊരു RSS പ്രവർത്തകർ മരിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് അന്വേഷണം നടത്തിയ DYSP ആ ചാർജ് ഷീറ്റിൽ എന്തൊക്കെയാ എഴുതി വെച്ചിരുന്നത് എന്ന് എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. 5 മൊഴിയാണ് ഒന്നാം സാക്ഷിയുടെ പേരിൽ എഴുതി. 5 തരത്തിലുള്ള 5 മൊഴി. എന്നിട്ടും അതില് തെളിവിന്റെ പശ്ചാത്തലത്തിൽ കോടതി അതിലെ പ്രതികളെ ശിക്ഷിച്ചു. അപ്പൊ ഇത് കേരളത്തിന് പുത്തിരിയല്ല. സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യ എന്ന നിലയിൽ 174-ന് CRPCയിലെ 174-ന് അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം FIR രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം സിദ്ധാർത്ഥിന്റെ വീട്ടുകാരും സുഹൃത്തുക്കളും പറഞ്ഞ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് കോടതിയിൽ അഡീഷണൽ റിപ്പോർട്ട് കൊടുത്തിട്ടാണ് 174-ന് രജിസ്റ്റർ ചെയ്ത FIR പുതിയ വകുപ്പുകൾ IPCയിലെ 306 ആത്മഹത്യാ പ്രേരണ കുറ്റവും അതുപോലെ 323, 324 പിന്നെ റാഗിങ്ങിലെ സെക്ഷൻ 3ഉം 4ഉം ഒക്കെ കൂടി ചേർത്തിട്ട് പുതിയ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അടക്കുകയും ചെയ്തിട്ടുണ്ട്. 18 പ്രതികളുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. 7 പേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. 11 പേര് പുറത്തു നിൽക്കുകയാണ്. അങ്ങനെ 11 പേർ പുറത്തു നിൽക്കുക തന്നെ DYSP ഇങ്ങനെ പരസ്യമായൊരു പ്രതികരണം നടത്തുന്നുവെങ്കിൽ ഈ അന്വേഷണത്തിന്റെ ഗതി എവിടേക്കാണ് പോകുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ചർച്ചയുടെ ആരംഭഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, DYSPയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം ശരി വന്നതിൽ ഒട്ടും നമ്മൾ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നാളെ ഇനി അദ്ദേഹം അന്വേഷണത്തിന്റെ ഭാഗമായി തെളിഞ്ഞിരിക്കുന്നത് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതെന്നാണ്. 18 മുറിവുകളുണ്ട് ആ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ. അതിൽ 2 മുറിവുകൾ മാത്രമാണ് കഴുത്തിലെ കയറുപയോഗിച്ച് തൂങ്ങിയതിന്റെ പാട്. ബാക്കി 16 ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേറ്റ മർദ്ദനത്തിന്റെ മുറിവുകളാണ്. കൺഡ്യൂഷനും അബ്രാഷനും ഒക്കെയാണ്. ചതവും ഒരവും മുറിവും ഒക്കെയാണ്. ഈ ചതവും ഒരവും മുറിവും ഒക്കെ എങ്ങനെ വന്നു എന്ന് പോലീസ് അന്വേഷിക്കണ്ടേ? പോലീസിൽ തന്നെയുള്ള ചില ആൾക്കാർ പറയുന്നത് ഇത് കൃത്യമായ കൊലപാതകമാണ്. മർദ്ദിച്ച് അവശനാക്കിയതിനു ശേഷം സിദ്ധാർത്ഥിനെ വെറുതെ വിട്ടാൽ അതുകൊണ്ടുണ്ടായേക്കാവുന്ന കോൺസിക്വൻസസ് ഓർത്തിട്ട് പ്രതികൾ കൂട്ടമായി ചേർന്ന് ബാത്റൂമിന്റെ വെന്റിലേറ്ററിൽ കെട്ടിത്തൂക്കിയെന്നാണ്.
ഓട്ടോപ്സി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വന്നെങ്കിൽ മാത്രമേ അതിന്റെ യഥാർത്ഥ വസ്തുതകൾ നമുക്ക് അറിയാൻ കഴിയൂ. ശരിക്കും ഈ ചർച്ചയുടെ ആരംഭഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ അന്വേഷണം കേരള പോലീസിൽ നിന്ന് മാറ്റി സ്വതന്ത്ര അന്വേഷണ ഏജൻസി ഏൽപ്പിക്കണം. CBI പോലുള്ള അന്വേഷണ ഏജൻസി വരട്ടെ. കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന അരാജകത്വത്തിന് ഇതോടുകൂടി ഒരു അറുതി ഉണ്ടാവണം. ഞാൻ നേരത്തെ വായിച്ചില്ല ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു SFIയുടെ മുൻ പ്രവർത്തകൻ, CPMന്റെ സജീവ പ്രവർത്തകൻ, അഭിഭാഷകൻ, എത്ര മനോവേദനയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു കുറിപ്പ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അർത്ഥം കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളെ എതിർക്കുന്ന CPM പ്രവർത്തകർ ധാരാളം ഉണ്ട്. പക്ഷെ അവർക്കാർക്കും പരസ്യമായി പറയാനുള്ള ധൈര്യമില്ല. ഇദ്ദേഹം ഒരു അഭിഭാഷകനായതുകൊണ്ട് ഒരുപക്ഷെ ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന ബോധമുള്ളത് കൊണ്ട് അദ്ദേഹം പരസ്യമായി അത് എഴുതിയതായിരിക്കാം. പക്ഷെ സ്വതന്ത്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ കുറ്റവാളികൾ, സിദ്ധാർത്ഥന്റെ മരണം അത് ആത്മഹത്യയായി എഴുതിത്തള്ളി എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന് തടയുണ്ടാവുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. അനിൽ നമ്പ്യാർ. യെസ്, യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ശ്യാംരാജ് ചേരുന്നു. ശ്യാമ, SFI ആണ് പൂക്കോട്ടെ ക്യാമ്പസ് ഭരിക്കുന്നത്. അറസ്റ്റിലായവരിൽ SFI യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുണ്ട്. പക്ഷേ സിദ്ധാർത്ഥനെ കൊലയ്ക്ക് കൊടുത്തതിൽ SFIക്ക് പങ്കില്ലെന്ന വിചിത്രവാദമാണ് DYSP ഉന്നയിക്കുന്നത്. തുടക്കത്തിൽ SI ആയിരുന്നു ഇത് ആത്മഹത്യയാണ്, അതിനപ്പുറം ഒന്നുമില്ലെന്ന് പറഞ്ഞത്. സിദ്ധാർത്ഥൻ്റെ ബന്ധുക്കൾ ഇന്നലെ ഞങ്ങളുടെ സംവാദത്തിൽ വന്നു പറഞ്ഞത് അതാണ്. വളരെ നിസ്സാരവൽക്കരിക്കുകയായിരുന്നു SI. അവർ പറഞ്ഞത് DYSP വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ ഏറ്റെടുത്തതെന്നാണ് പറഞ്ഞത്. പക്ഷേ DYSP ഇന്ന് മലക്കം പറഞ്ഞിരിക്കുന്നു. ഇന്നലെ SFIയെ കുറ്റപ്പെടുത്തിയ DYSPക്ക് ഇന്ന് അവർ വിശുദ്ധരായിരിക്കുന്നു. അന്വേഷണം നേരായ വഴിക്ക് പോകുമോ ശ്യാംരാജ്? അല്ല, അന്വേഷണം നേരായ വഴിക്ക് പോകില്ല എന്നത് മാത്രമല്ല, ഇത് DYSPനെ കാണേണ്ട ആളുകൾ കാണേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു കേസ് പുറത്തു വരുന്ന ഞാനതിനെ കൊലപാതകം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് ശേഷം ഏകദേശം 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വിഷയം പുറത്തു വരുന്നത് പോലും. അപ്പൊ പോലീസ് അടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങളും ഇതിനെ ഒളിച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പോലീസ്, ക്യാമ്പസിലെ അധ്യാപകര്, അവിടുത്തെ അനധ്യാപകര്, ഹോസ്റ്റൽ വാർഡൻ, അങ്ങനെ മുഴുവൻ ആളുകളും ഇതിനെ ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് ആരാണ്? ഈ SFIയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ അവരുടെ ഒരു ഹിസ്റ്ററി നിങ്ങളൊന്ന് എടുക്കുക. ഇവരുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ നിനക്ക് ഞാൻ ഗർഭം ഉണ്ടാക്കുമെന്നൊരു ദളിത് വിദ്യാർത്ഥിനിയോട് പറഞ്ഞ കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. സഹപാഠിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ട് ജയിലിൽ കിടന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അക്രമികളുടെ, ഒരു കൊലപാതകികളുടെ കൂട്ടമായിട്ട് ഈ പ്രസ്ഥാനം പണ്ടും ഇന്നും നിലനിൽക്കുകയാണ്. നോക്കൂ, ഈ വിഷയത്തിൽ, ഈ സിദ്ധാർത്ഥന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് SFIക്ക് മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷവും മൃഗീയമായിട്ടുള്ള സ്വാധീനവുമുള്ള ഒരു ക്യാമ്പസാണ്. ഞാൻ പണ്ട് പോയിട്ടുണ്ട് ആ ക്യാമ്പസിൽ. അപ്പൊ SFIക്ക് ഒരു വലിയ ഭൂരിപക്ഷമുള്ള ഒരു ക്യാമ്പസാണ്. ഈ ക്യാമ്പസിൽ ഇതുവരെ പ്രതികളായവരിൽ SFIയുടെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട്, അവിടുത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് യൂണിയന്റെ പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തകരുമുണ്ട്. ഇപ്പൊ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു അഖില്, അയാളുടെ അച്ഛൻ CPMന്റെ മെമ്പറാണ്, ലോക്കലായിട്ടുള്ള CPMന്റെ മെമ്പറാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ SFIക്ക് ഇതിനകത്ത് ഒളിച്ചോടാനൊന്നും പറ്റത്തില്ല. കാരണം കൃത്യമായിട്ട് നമുക്കറിയാം കേരളത്തിലെ ക്യാമ്പസുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. SFIക്ക് യൂണിയനുള്ള ഒരു ക്യാമ്പസിൽ അവരുടെ യൂണിയൻ നേതാക്കളും SFIയുടെ സെക്രട്ടറിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റാരും അധികം പറയാനൊന്നും പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ക്യാമ്പസിൽ ഇവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണിത്. ഇത് കേവലം ഈ ക്യാമ്പസിന് മാത്രമല്ല ശ്രീ അനിൽ നമ്പ്യാർ. കേരളത്തിന് വർഷങ്ങളായിട്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIക്കെതിരെ പറയുന്നവരെ, ഇടതുപക്ഷത്തിനെതിരെ പറയുന്നവരെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുകയോ ഇല്ലാതാക്കാനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളൊക്കെ ABVP പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. നമുക്കൊക്കെ എതിരെ ഇത്തരത്തിലുള്ള ഭീഷണികൾ വന്നിട്ടുണ്ട്. പക്ഷേ പ്രതിരോധം പാപമല്ലാത്തത് കൊണ്ട് വേണ്ട രീതിയിൽ പ്രതിരോധിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ കേടുകൂടാതെ ക്യാമ്പസിൽ കടന്നു വന്നിട്ടുള്ളത്. അപ്പോ ഇത് ഇവരുടെ ഒരു പൊതുശൈലിയാണ്. കേരളത്തിൽ ഏത് ക്യാമ്പസ് എടുത്ത് നോക്കിക്കൂ, ദൗർഭാഗ്യവശാല് ഈ ഒരു വിഷയം പുറത്തു വന്നു. അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വിഷയം പുറത്തു വന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവരൊക്കെ കൂടി തന്നെയാണ് ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, ഇത് കേരളത്തിലെ അടുത്തുണ്ടായിട്ടുള്ള ഈ കേവലം ഒരു വിദ്യാർത്ഥിയുടെ ഒരു കൊലപാതകം മാത്രമാണ് നമ്മൾ ചുരുക്കരുത്. കേരളത്തില് അടുത്ത ഒരു 10 വർഷത്തിനകത്തുണ്ടായിട്ടുള്ള 2ാമത്തെ ആൾക്കൂട്ട കൊലപാതകമാണ്. രണ്ടും നടക്കുന്നത് പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഭരിക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്തെ നാണിപ്പിക്കുന്ന രീതിയിൽ, ലജ്ജിപ്പിക്കുന്ന രീതിയിൽ, മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ 2 ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായിട്ടുള്ളത്. അതിലൊന്നറിയാം, അട്ടപ്പാടിയിലെ മധു ആയിരുന്നു. രണ്ടാമത്തെ ഇപ്പോൾ ഈ സിദ്ധാർത്ഥനാണ്. മധുവിനെ കൊന്ന കൊലപാതകളുടെ കൂട്ടത്തിലുള്ള ഷംസുദ്ദീനെ
ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേ ആളുകള് ഇന്ന് സിദ്ധാർത്ഥനെ കൊന്ന അവരുടെ SFIയുടെ നേതാക്കന്മാരെ യൂണിറ്റ് സെക്രട്ടറിയെയും യൂണിയൻ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും സംരക്ഷിക്കുകയാണ്. അതായത് മധുവിനായാലും സിദ്ധാർത്ഥനായാലും കൊലപാതകികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇപ്പൊ DYSPയുടെ വായിൽ നിന്ന് വന്നിട്ടുള്ളത്. DYSP അടക്കമുള്ള നിരവധി ആളുകളെ ഇവരിനി സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കാരണം ഈ സിദ്ധാർത്ഥൻ വീട്ടിലോട്ട് ട്രെയിൻ കയറി എറണാകുളത്ത് എത്തിയ സിദ്ധാർത്ഥനോട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പറയുന്നത് തിരുവനന്തപുരംകാരനായിട്ടുള്ള സിദ്ധാർത്ഥന്റെ സ്വന്തം നാട്ടുകാരനും അയാളുടെ സഹപാഠിയും അയാളുടെ റൂംമേറ്റുമാണ്. അപ്പോ ആ റൂംമേറ്റിനെ ഇതിന് പ്രേരിപ്പിച്ച ഒരു വികാരം എന്തായിരുന്നു? ഈ സിദ്ധാർത്ഥനെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് സീനിയർ ആയിട്ടുള്ള SFI ഗുണ്ടകളുടെ ആ ക്രിമിനലുകളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ സഹപാഠിക്ക് ഉണ്ടായിട്ടുള്ള വികാരം എന്താണ്? അത് SFI എന്ന് പറയുന്ന ഒരു വികാരമാണ്. അപ്പോൾ ഇവർക്കും, നമ്മളൊക്കെ ക്യാമ്പസിൽ പഠിച്ച ആൾക്കാരല്ലേ, നമുക്കൊക്കെ എങ്ങനെ നമ്മുടെ കൂടെ പഠിക്കുന്നവനെ, നമ്മുടെ മുറിയിൽ കിടക്കുന്നവനെ ഇങ്ങനെ ഒരു ഇടത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ട് പറ്റും? അപ്പൊ അതിന് പറ്റിയത് അവർ SFI ആയതുകൊണ്ടാണ്, ഇടതുപക്ഷമായതുകൊണ്ടാണ്. TP ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയതുപോലെ അവർക്ക് കൂടുതൽ പ്രവർത്തിക്കുന്നവനെന്നോ കൂടുതൽ താമസിക്കുന്നവരെന്നോ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവനെന്നോ എന്നൊന്നുമില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമില്ലാത്തവരെ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ്. ഇവരുടെ വെള്ളക്കൊടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ. ഇപ്പൊ വരെ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് വാലന്റൈൻസ് ഡേക്ക് സിദ്ധാർത്ഥൻ ഏതോ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ്, എത്ര അപഹാസ്യമാണെന്ന് നോക്കൂ. ഇവിടെ പ്രണയത്തിന് വേണ്ടിയിട്ട് ആണും പെണ്ണും ഇടകലർന്നിരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ വാതോരാതെ പ്രസംഗിക്കുകയും പുറത്ത് വലിയ വലിയ സമരങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന കിസ് ഓഫ് ലവ് പോലെ വരുമ്പോൾ സമരങ്ങൾ നടത്തിയ SFI ആണ്. അതേ SFI ആണ് ഒരു ക്യാമ്പസിലെ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ തല്ലിക്കൊന്നത്. ആ തല്ലിക്കൊന്നു, നമ്മളിപ്പോ മാധ്യമങ്ങൾ മുഴുവൻ മർദ്ദിച്ചു കൊന്നു എന്ന് പറയുന്ന ആ മർദ്ദനത്തിന്റെ ഒരു ആഴം കൂടി നമ്മൾ മനസ്സിലാക്കണം. 3 ദിവസം ഈ കേരളത്തിൽ 3 ദിവസം ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ആലോചിച്ച് നോക്കാം. ഈ ചൂട് കാലത്ത് നമുക്ക് ആരോഗ്യവാന്മാരായിട്ടുള്ള നമുക്ക് പോലും വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ചെറുപ്പക്കാരനെ 3 മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇല്ലായ്മ ചെയ്തുകൊണ്ട് 3 ദിവസം പൂട്ടിയിട്ടു, വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ. അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുള്ള വയറും ഒക്കെ വെള്ളം പോലും ഇല്ലാതെയായിരുന്നാണ് പൂട്ടിയിട്ടു. എന്നിട്ടോ എന്താണ് ചെയ്തത്? ബെൽറ്റ് വെച്ചിട്ട്, ബെൽറ്റ് പൊട്ടുന്നത് വരെ, നമുക്കറിയാം, നമ്മൾക്ക് ലെതറിന്റെ ഒക്കെ ബെൽറ്റ് ഉപയോഗിക്കുന്ന ആളുകളാ, ആ ബെൽറ്റ് പൊട്ടുന്നത് വരെ അയാളെ അടിച്ചു. അത് പോരാഞ്ഞിട്ട് വയറ് വെച്ചിട്ട് അയാളെ അടിച്ചു, അയാളുടെ കഴുത്തിൽ കുരുക്കിട്ടു. അങ്ങനെ കൊല്ലാക്കൊല. ഇത് നമ്മൾ എവിടെ ഇരുന്നാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നമ്മൾ പ്രബുദ്ധരെന്ന് സ്വയം നമ്മൾ വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ ഇരുന്നിട്ടാണ് ഇതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ലജ്ജ കൊണ്ട് ശ്യാമ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ഇങ്ങനെയൊന്നും സാധിക്കില്ല. ഇന്നലെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇവിടെ വന്ന് പറഞ്ഞത്, അതായത് മോൻ വീട്ടിൽ വരുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട് അവിടെ മയക്കുമരുന്ന് ഉപയോഗം, അതുപോലെ മദ്യസേവ, ഇതെല്ലാം സ്ഥിരം കലാപരിപാടികളാണ്. ഞാൻ ഇന്ന് ഈ സർവകലാശാലയുടെ ഡീൻ ഡോക്ടർ MK നാരായണനെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനിതൊന്നും അറിഞ്ഞില്ല. മറ്റൊരു കാര്യം പറഞ്ഞു, അതാണ് എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത്, ഈ സിദ്ധാർത്ഥൻ പരാതിപ്പെട്ടില്ല എന്ന്. 3 ദിവസം കൊടിയ മർദ്ദനത്തിനിരയായി കിടന്ന, മൃതപ്രായനായി കിടന്ന സിദ്ധാർത്ഥൻ പരാതി നൽകിയില്ല എന്നാണ് ഈ ഡീൻ പറയുന്നത്. മാത്രമല്ല, ഞാൻ അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ ഈ ഹോസ്റ്റൽ മുറിയിൽ SFIയുടെ ഇടിമുറിയുണ്ട്, അവിടെയുള്ള മദ്യക്കുപ്പികളെല്ലാം ഒരു ദിവസം എടുത്ത് മാറ്റിപ്പിച്ചത് ഈ സിദ്ധാർത്ഥനെ കൊണ്ടാണ്. അങ്ങനെ സിദ്ധാർത്ഥ അത് പറഞ്ഞിട്ടുണ്ട്, അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്റ്റലിൽ നടക്കുന്ന SFIയുടെ നേതൃത്വത്തിൽ, കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ കലാപരിപാടികളെ കുറിച്ചൊന്നും നമ്മുടെ പാവം ഡീനിന് അറിയില്ല കേട്ടോ. ഇദ്ദേഹമാണ് അവിടെയുള്ള വിദ്യാർത്ഥികളോട് പറഞ്ഞത്, ഹോസ്റ്റൽ വിദ്യാർത്ഥികളോട് പറഞ്ഞത്. പലരും ഈ സിദ്ധാർത്ഥൻ്റെ മൃതദേഹം അനുഗമിച്ച് ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണെന്നറിയോ? ഒരക്ഷരം മിണ്ടരുത്, ആരോടും ഒന്നും തുറന്ന് പറയരുത് എന്നാണ്. അപ്പോൾ ഈ ഡീൻ ഉൾപ്പെടെയുള്ളവർ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടവരല്ലേ? അല്ല, ഡീൻ ഉൾപ്പെടെയുള്ളവർ, ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെയുള്ളവർ, അതോടൊപ്പം തന്നെ ക്യാമ്പസിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ, അവരും പ്രതികളാവണം. കാരണം അവരറിയാതെ എങ്ങനെയാണ് ഇത്ര നിഷ്ഠൂരമായിട്ടുള്ള ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം നടക്കുക? ഈ 3 ദിവസം ഇയാളെ ഈ ഹോസ്റ്റലിൽ വാർഡന്മാരുണ്ടാവണമല്ലോ, ഹോസ്റ്റലിൽ തന്നെ താമസിക്കുന്ന അധ്യാപകരുണ്ടാവണമല്ലോ. നമ്മളെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് അറിയാം, അവിടെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള അധ്യാപകരെയൊക്കെ താമസിപ്പിക്കലുണ്ട്. ഇവര് കാണണമല്ലോ 3 ദിവസവും വലിയൊരു ഹോസ്റ്റൽ സമുച്ചയത്തിന് നടുക്ക് ഇദ്ദേഹത്തെ പൂർണ്ണ നഗ്നനായിട്ട് നിർത്തി മർദ്ദിക്കുന്ന സമയത്ത് ഇത് കണ്ടില്ല എന്ന് വിശ്വസിക്കാനും പറ്റില്ല.
ഈ കള്ളന്മാർക്കെതിരെയൊക്കെ ഈ നുണയന്മാർക്കെതിരെയൊക്കെ മുഴുവൻ കേസെടുക്കണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വെറ്റിനറി കോളേജിൽ തന്നെയാണ് ഈ അധ്യാപകരെ കൂടുതലായിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിടയ്ക്ക് ഒരു ശ്രമം നടന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കള്ളന്മാർ ഇവരൊന്നും അധ്യാപകരൊന്നും അല്ല, ഇവർ ഒരു ഡീനുമല്ല, ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകള്, അവരുടെ ഭരണത്തണലിൽ എങ്ങനെയൊക്കെ ജോലിയിൽ കയറിയിട്ടുള്ള ആളുകളാണ്. കേരളത്തിൽ ഞാൻ വിഷയം വേറാണ് എങ്കിലും പറയും, ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ കയറിയിട്ടുള്ള VC-മാരെന്താണ്? ഇവരുടെ ഒരേ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സ്തുതി പാടിക്കുന്നു എന്നുള്ളതാണ്. ഈ ഡീൻ അടക്കമുള്ളവർ, ഇവിടുത്തെ അധ്യാപകരടക്കമുള്ളവര്, അവിടുത്തെ വാർഡനടക്കമുള്ളവര് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്തുതി പാടകരാണ്. അതുകൊണ്ടാണ് ഒരു മര്യാദ വേണ്ട. ഇത് ഈ പറയുകയാണ് പരാതി കൊടുത്തില്ലെന്ന്. ഒരു മൃതപ്രായനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പരാതി കൊടുത്തില്ല, പരാതി കൊടുത്തെങ്കിൽ മാത്രമേ ഞാൻ നടപടിയെടുക്കൂ, പോലീസിന് കൈമാറൂ എന്ന് പറയുന്ന അയാൾക്കെതിരെ ആദ്യം നടപടിയെടുക്കണം. വ്യക്തമായിട്ട് വരുന്ന അയാൾക്കെതിരെ തന്നെ കേസെടുക്കണം. അപ്പോ ഇതിൽ നിലവിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 7 വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ എന്ന് പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, കൊടും ക്രിമിനലുകൾ. ഈ ക്രിമിനലുകൾക്ക് അപ്പുറത്തേക്ക് ഈ ഡീൻ എന്ന് പറയുന്ന ക്രിമിനലിനെയും അധ്യാപകരായിട്ട് ക്രിമിനൽമാരെയും വാർഡൻ എന്ന് പറയുന്ന മറ്റു ആളുകൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം, എല്ലാവർക്കും എതിരെ കേസുണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അത് ഒരു കാര്യം കൂടെ അതിനകത്ത്, കേരള പോലീസ് ഈ കേസ് മാറ്റും. നോക്കിക്കോളൂ, 2-3 ദിവസത്തിനകത്ത് ഈ കേസിനകത്ത് ഈ SFIയുടെ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു രീതിയുണ്ട്. അവര് ഇങ്ങനത്തെ ഒരു വിഷയം നടന്നാൽ ആദ്യം അതിനകത്ത് ഇര ആരാണോ, ഇരയ്ക്കെതിരെ ഒരു സ്ത്രീ വിഷയം കൊണ്ടുവരും. ഞാൻ പറയുന്നു, വരുന്ന 2-3 ദിവസങ്ങൾക്ക് ശേഷം ഇടതുപക്ഷ പ്രൊഫൈലുകളില്, പോരാളി ഷാജിമാരുടെ പ്രൊഫൈലുകളിലൊക്കെ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് മോശമായിട്ടുള്ള കഥകൾ ഇവർ കൊണ്ടുവരും. അതിനുശേഷം മറ്റൊരു കേസ് കൊണ്ടുവരും, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ട് കേസ് കൊടുപ്പിക്കും. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രചരണം നടത്തും. നുണപ്രചരണങ്ങൾ, വിഷപ്രചരണങ്ങൾ നടത്തുവാൻ ലോകത്ത് തന്നെ ഈ ഇടതുപക്ഷത്തിനേക്കാൾ കവിഞ്ഞ് കഴിവുള്ള മറ്റൊരു വർഗമില്ല. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ നിർബന്ധമായിട്ട് സ്വതന്ത്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം എന്ന് തന്നെ ഈ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നതായിരിക്കണം. ആ ചെറുപ്പക്കാരനും കേരളത്തിനും നീതി കിട്ടുന്നതിനല്ല. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ളവരാണ്, ബോധമുള്ളവരാണ്, നിങ്ങൾക്ക് കാഴ്ചപ്പാടുള്ള ആളുകളാണ്. ഈ SFI പോലെയുള്ള ക്രിമിനൽ സംഘടനകളെ ക്യാമ്പസിൽ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് SFI ഫ്രീ ക്യാമ്പസുകൾ എന്നുള്ള മുദ്രാവാക്യം എന്നെടുക്കുന്നു, അന്നേ കേരളത്തിലെ ക്യാമ്പസുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ. നമ്മൾ വിദ്യാഭ്യാസത്തിൽ ഒന്നാമതാണ്, സത്യമാണ്. 1956 കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ 50% കൂടുതൽ സാക്ഷരതയുള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരിടത്ത് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ മുഴുവൻ തച്ചു തകർക്കുന്ന ഈ ഇടതുപക്ഷത്തെ നമ്മൾ അവരുടെ ക്യാമ്പസ് രൂപമായിട്ടുള്ള SFIനെ SFI ഫ്രീ ക്യാമ്പസ് എന്നുള്ളൊരു മുദ്രാവാക്യം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾ തയ്യാറായെങ്കിൽ മാത്രമേ കേരളം മുമ്പോട്ട് പോവുകയുള്ളൂ എന്നുകൂടിയാണ് എനിക്ക് പ്രാഥമികമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. തീർച്ചയായും. TMK ഹരിദാസ്, ഞാൻ കഴിഞ്ഞ ദിവസവും ഇപ്പോൾ വൈകുന്നേരവും ഞാൻ നോക്കി, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് 1 മണിക്കൂർ മുമ്പ്. ബാക്കി എല്ലാ വിഷയങ്ങളും പ്രതികരിക്കുന്ന ആളാണേ. 1 മണിക്കൂർ മുമ്പ് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഡോക്ടർ R. ബിന്ദു പ്രതികരിച്ചിട്ടുണ്ട്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു. ക്യാമ്പസുകളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പൂക്കോട് വെറ്ററിനറി കോളേജിൽ ഉണ്ടായത്, ശക്തമായി അപലപിക്കുന്നു. 18-ാം തീയതി നടന്നതാണ് ഈ കൊലപാതകം. കൊടിയ മർദ്ദനത്തിന് ഇരയാക്കി കൊന്ന് കെട്ടിത്തൂക്കിയത് ഇന്നാണ് 11 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഈ വിഷയത്തെ അപലപിക്കുന്നത്. കേരളം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബ് എന്നൊക്കെയല്ലേ പറയുന്നത്. നോക്കൂ, കേരളത്തിലെ ഒരു പ്രൊഫഷണൽ കോളേജിലാണ് ഇങ്ങനെയൊരു ആൾക്കൂട്ട കൊലപാതകം അരങ്ങേറിയത്. ഇപ്പോൾ രോഹിത് വെമുലയുടെ മരണത്തിൽ കണ്ണീരൊഴുക്കിയവരാണ് കേരളത്തിലുള്ളവർ, പ്രത്യേകിച്ച് SFI, DYFI, CPM അത് പൊക്കി നടക്കുകയായിരുന്നല്ലോ, നമ്മൾ ഒക്കെ കണ്ടതാണ്. പക്ഷേ സിദ്ധാർത്ഥ് മരിച്ചതിൽ ഇവർക്ക് സങ്കടമില്ല. മാത്രമല്ല, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ പൂക്കോട് ക്യാമ്പസിൽ SFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അവിടെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. പോലീസ് മറ്റാരെയും അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. പക്ഷേ ഇന്നലെ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോമിൻ്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ കൂടിയാലോചന യോഗം. ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ കാർമ്മികത്വത്തിൽ അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അതിനും അനുമതി കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? ഒരു കാരണവശാലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച
BJPയുടെ യുവജന സംഘടനയുടെ നേതാവ് വളരെ വാചാലമായിട്ട് അദ്ദേഹം പറഞ്ഞത്, അതായത് ഇത് കേരള പോലീസ് അന്വേഷിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഞാനും അതിനോട് യോജിക്കുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഏറ്റവും സജീവമായി ഇടപെടാൻ കഴിയുക BJPക്കാണ്, BJPയുടെ യുവജന സംഘടനകൾക്കാണ്. കാരണം കേന്ദ്രത്തിലെ CBIയുടെയും മറ്റ് കേന്ദ്രത്തിൻ്റെ ഭരണവും നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഈ കേസ് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. കാരണം ഇതിലത്തെ പ്രതികൾ രക്ഷപ്പെട്ടു പോയാൽ അത് സമൂഹത്തിന് നാളെ വലിയൊരു പ്രശ്നമായി തീരാവുന്ന പ്രതികളാണ് ഇവർ. കാരണം 10 ദിവസത്തിന് മുമ്പ് നടന്നൊരു സംഭവം കേരളത്തിലെ ജനങ്ങളറിയാൻ 10 ദിവസം വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ നമ്മുടെ ഭരണവ്യവസ്ഥിതിയും നമ്മുടെ സാമൂഹിക പരിതസ്ഥിതികളും എത്തിയെങ്കിൽ അതിനി ആവർത്തിക്കാൻ പാടില്ല. കാരണം ഒരുപാട് ഈ P. സിദ്ധാർത്ഥിനെ പോലുള്ള എൻ്റെ 2 മക്കളുടെ പഠിപ്പ് കഴിഞ്ഞല്ലോ എന്ന് ഞാനിന്ന് വളരെയധികം ആശ്വസിച്ചു. കാരണം എന്താ വെച്ചാൽ ഇനി ഇത്തരത്തിലെ വേറെ പല ദുരന്ത വാർത്തകളും ഒരു പക്ഷേ കേൾക്കാമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ദുരന്ത വാർത്ത കേൾക്കേണ്ട ഒരു അച്ഛനായിട്ട് ഈ 63 വയസ്സിൽ മാറേണ്ടല്ലോ എന്ന നിലയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ ABVPയുടെ അതുമാതിരി തന്നെ BJPയുടെ ഒക്കെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിലത്തെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവന്നിട്ട് അവർ ശിക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ നാളെ ഇതൊരു സാമൂഹ്യ ദുരന്തമായിട്ട് കേരളത്തിൽ മാറാൻ പോവുകയാണ് മറ്റ് ക്യാമ്പസുകളിലേക്കും. നോക്കൂ, ഇന്ന് ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം നേരിടുന്ന ധാർമ്മികമായിട്ടുള്ളൊരു അപച്യുതി ഇന്ത്യയിൽ എന്നല്ല ലോകത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേരിടാൻ പറ്റാത്ത വിധത്തിലുള്ള അപച്യുതിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണം ശ്രീ അനിൽ നമ്പ്യാർക്ക് അറിയാം, ഡിഗ്രി പാസ്സാവാതെ PGക്ക് ചേരുന്നു, അതുപോലെ തന്നെ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ജോലി നേടുന്നു. സഹപ്രവർത്തകയെ ഇവിടെ പറഞ്ഞതാണ് എങ്കിലും പറയുകയാണ്, മുടിക്ക് ചുറ്റിപ്പിടിപ്പിച്ചിട്ട് AISFൻ്റെ നേതാവിനെ നമ്മളൊന്നും ഇവിടെ ഈ ചാനൽ ചർച്ചയിൽ പറയാൻ വയ്യാത്ത അസഭ്യം പറയുന്നു. അപ്പോൾ ഇത്തരത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇവരുടെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം, CPMൻ്റെ കീഴിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു കാലഘട്ടം വരെ ഒരു ഏകദേശം ഞാൻ പറഞ്ഞില്ലേ വളരെയധികം നല്ല പ്രവൃത്തികളും നല്ല പ്രവർത്തനങ്ങളും ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്തുകൊണ്ട് ഇത്തരം ഒരു അപച്യുതിയിലേക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് പോയി എന്നുള്ളതിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണം ഇതിന് എത്രത്തോളം സ്വാധീനം ഇവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭരണത്തിൻ്റെ സ്വാധീനത്തിൽ എന്തും ചെയ്യാമെന്നൊരു തോന്നൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കും യുവജന സംഘടനകൾക്കും വന്നിട്ടുണ്ടെങ്കിൽ അത് തടയിടണം. അത് തടയിട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളം നേരിടാൻ പോകുന്നത് വലിയ സാമൂഹ്യ വിപത്താണെന്ന് ഇവരുടെ പാർട്ടി മനസ്സിലാക്കണം. ഈ സഹപ്രവർത്തകയെ AISFൻ്റെ വിദ്യാർത്ഥിനി നേതാവിൻ്റെ മുടിക്ക് ചുറ്റിപ്പിടിച്ചിട്ടുള്ള കേസിൽ ഒരു ആ പെൺകുട്ടിയുടെ പാർട്ടിക്ക് നട്ടല്ലില്ല. അവരുടെ പാർട്ടിക്ക് അതിൽ ഇടപെട്ടിട്ട് ഇത് ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഉയർന്ന നേതാവ് പോലും മുൻപോട്ട് വന്നില്ല. പക്ഷേ ആ വിദ്യാർത്ഥി സംഘടനയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആ വിദ്യാർത്ഥി സംഘടനയുടെ മുഴുവൻ ആൾക്കാരും തയ്യാറായില്ല. അപ്പോൾ അതിന് ഇവരുടെ CPM എന്ന് പറയുന്ന പാർട്ടിക്കെങ്കിലും ചെയ്യാമായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ കലാലയ രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാവാമെന്ന് നോക്കണം. കലാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാതാപിതാക്കൾ, ഇതിൽ 50% ആൾക്കാരെ അനിൽ നമ്പ്യാർ 50% വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നുള്ളൂ. 50% അവിടെ വരുന്നു, പഠിക്കുന്നു, അവരുടെ കാര്യം നോക്കി പോകുന്നു. അങ്ങനെ പഠിക്കുന്നു, കാര്യം നോക്കി പോകുന്നു എന്നുള്ളൊരു സിദ്ധാർത്ഥനാണ് ഇത്തരത്തിലൊരു അപകടം പറ്റിയിരിക്കുന്നത്. കാരണം ആ കുട്ടിയെ ഇവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർക്കാൻ ശ്രമിച്ചു, അതിന് തയ്യാറാവാത്തത് കൊണ്ടെന്നൊക്കെയാണ് ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ഓൺലൈൻ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു രാഷ്ട്രീയവും ഇല്ലെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടു നിന്നുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്ന് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വിദ്യാർത്ഥിയിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. എല്ലാ വിദ്യാർത്ഥികളും രാഷ്ട്രീയ ബോധത്തോടു കൂടി വളരണമെന്ന് പറയുമ്പോൾ തന്നെ കലാലയ രാഷ്ട്രീയം കലാപകുലുഷിത രാഷ്ട്രീയത്തിൻ്റെ അന്തരീക്ഷമാക്കി മാറ്റാൻ നടത്തുന്ന ശ്രമം നമ്മൾ വളരെ നേരത്തെ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ സംഭവത്തോടനുബന്ധിച്ചിട്ട് പറയുകയാണ്, ഇവിടെ അഭിമന്യു മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ടുവെങ്കിൽ അതിനൊരു പരിധിവരെ ഈ അഭിമന്യു പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയായ SFIന് പങ്കുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ആ വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഈ അഭിമന്യുവിനെ ഈ കൊലയ്ക്ക് കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റുമായിരുന്നു. കാരണം PT തോമസ് എന്ന് പറയുന്ന ഒരു MLA, എറണാകുളത്തിൻ്റെ തൃക്കാക്കരയുടെ MLA, അദ്ദേഹം മരിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ നിയമസഭയിൽ ഈ മഹാരാജാസ് കോളേജ് കേന്ദ്രീകരിച്ചിട്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും അവിടെ ആയുധ സംഭരണങ്ങളും നടക്കുന്നുണ്ട് എന്ന് നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ അന്ന് അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് M. സ്വരാജും ഇപ്പോഴത്തെ സ്പീക്കർ AN ഷംസീറുമാണ്. അത് സംസാരിച്ച് പൂർണ്ണിപ്പിക്കാൻ സമ്മതിച്ചില്ല. പക്ഷെ അത് കഴിഞ്ഞ് കൃത്യം 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ കൃത്യം നടന്നത് എന്നുള്ളത്. അന്ന് അയാൾ സംസാരിച്ച ഈ PT തോമസ് എന്ന് പറയുന്ന MLA മുൻപോട്ട് വെച്ച കാര്യങ്ങളുടെ സത്യസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിൽ അവിടെ അത്തരത്തിലൊരു സംഭവം നടക്കില്ലായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞത് എന്താ, അവിടെ പെയിൻറ്റിങ്ങിന് കൊണ്ടുവന്നിട്ടുള്ള ബ്രഷും അതുമാതിരി തന്നെ തുടപ്പനും അതുമാതിരിയുള്ള മാറാല തട്ടിയൊക്കെയാണ് ഇരിക്കുന്നത്, അത് ആയുധങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. നമ്മളിതൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വളരേണ്ട അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ട എന്നുള്ള അഭിപ്രായത്തിലല്ല. അപ്പം നല്ലതിനെ നല്ലതായി കണ്ടുകൊണ്ട്
ആര് പറഞ്ഞാലും അതിനെ നല്ലതിനെ നല്ലതായി എടുത്തുകൊണ്ട് ഒരു നമ്മൾ പറയും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നുവെങ്കിൽ ശ്രീ അഭിമന്യു കൊല്ലപ്പെടില്ലായിരുന്നു. അതുമാതിരി തന്നെ ഈ വിദ്യാർത്ഥിനിയുടെ മുടി ചുറ്റിപ്പിടിച്ച വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവിനെ അങ്ങേയറ്റം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അത്തരമൊരു രാഷ്ട്രീയ നേതാവിന് ഒരു വാണിംഗ് കൊടുക്കാം. കാരണം ഇവിടെ ഭരിക്കുന്നത് നമ്മളാണ്. നമ്മൾ ഭരിക്കുമ്പോൾ ഇവിടെ ഇത്തരം സംഭവങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി ബോധവാന്മാരാക്കാൻ ഇവരുടെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ശ്രദ്ധിക്കണമായിരുന്നു. അതിനെങ്ങനെയാണ്? ഒരു നിലയ്ക്കും പറ്റില്ല. കാരണം ഈയിടെ ഞാനൊരു DYSFI SFIക്കാരുടെ ഒരു കവലയിൽ നിന്നുകൊണ്ട് രാത്രി ഒരു അന്തിക്ക് അവർ ഒരു മുദ്രാവാക്യം വിളിക്കുന്നതാണ് കേട്ട്. ഞങ്ങൾക്കില്ല വേർതിരിവ് എന്ന് പറയുന്നതിന് പകരം അവർ പറഞ്ഞത് ഞങ്ങൾക്കില്ല വകതിരിവ്. ഈ വേർതിരിവ് എന്നാണ് അവർ ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. എനിക്ക് വന്ന ക്ലിപ്പിൻ്റെ അടിയിൽ ഇത് തന്നെയാണ് പ്രശ്നം. ഞങ്ങൾക്കില്ല വകതിരിവ്, ഞങ്ങൾക്ക് വകതിരിവില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ എത്തിയെങ്കിൽ അതിന് കൃത്യമായ ബോധം നൽകണം. ഒരു 6-7 കൊല്ലം ഈ പാർട്ടിയുടെ DYFIയിൽ പ്രവർത്തിച്ച എനിക്കൊക്കെ അന്ന് ഞാൻ 4-5 പാർട്ടി ക്ലാസ്സുകളിൽ പങ്കെടുത്തപ്പോഴൊക്കെ അവിടുന്ന് കിട്ടിയിട്ടുള്ള വളരെ നല്ല, നമ്മൾ പറയില്ലേ, ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ള വലിയ മാർഗനിർദ്ദേശങ്ങളായിരുന്നു അവിടുന്ന് കിട്ടിയിരുന്നത്. പിന്നീട് ആ മാർഗനിർദ്ദേശങ്ങളൊക്കെ അത്തരം രാഷ്ട്രീയ പാർട്ടി ക്ലാസ്സുകളിൽ മാത്രം ഒതുങ്ങുന്നതാണെന്നും അതൊന്നും പുറത്തേക്ക് കൊടിസുനിയും അതുപോലെ കിർമാണി മനോജും അതുപോലെ മുഹമ്മദ് ഷാഫിയും ഒക്കെ അല്ലേ മാതൃകാ പുരുഷന്മാർ? അപ്പൊ പിന്നെ ഇത് ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടണ്ടു? മാതൃകാ പുരുഷോത്തമന്മാര്. അതെ, തീർച്ചയായിട്ടും അത് അവരൊക്കെയാണ് മാതൃകാ പുരുഷന്മാരാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ അനിൽ നമ്പ്യാർ, നല്ലതിനെ നല്ലതായിട്ട് കാണണം. ഇത്തരത്തിലുള്ള ചീത്തയൊന്നും ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴിക്കരുത്. അവിടേക്ക് കുട്ടികളെ പഠിക്കാൻ വിടുന്ന മാതാപിതാക്കൾ നെഞ്ചുരുകിയിട്ട് എൻ്റെ മക്കൾ കോളേജിൽ നിന്ന് വരുന്നത് വരെ കാത്തിരിക്കേണ്ട, അല്ലെങ്കിൽ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും വരുന്നത് വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് സർക്കാരാണ്. ആ സർക്കാരിൻ്റെ പാർട്ടിയാണ്. സർക്കാരിനെ ആര് മുൻപോട്ട് കൊണ്ടു നടക്കുന്ന ആ പാർട്ടിയാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് വയനാട്ടിൽ ആക്രമിച്ചിട്ട് ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് ജീപ്പ് വന്നു, പിടിച്ചു, ആൾക്കാരെയൊക്കെ കയറ്റണു. അപ്പോൾ ഈ പോലീസിൻ്റെ ഈ വലിയ ഇടിവണ്ടിയിൽ കയറ്റുമ്പോൾ, ഈ ബസ്സിൽ കയറ്റുമ്പോൾ ജനൽ വഴി പിള്ളേർ പുറത്തേക്ക് ചാടുമ്പോൾ ഒരു ഒരു കോൺസ്റ്റബിൾ തടയുകയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പയ്യന് ഏകദേശം 16-17 വയസ്സുള്ളൂ. ആ കുട്ടി ആ പോലീസുകാരനോട് ചോദിച്ച ചോദ്യം കേട്ടിട്ട് ഞാൻ ഇത് കേരളമാണോ എന്ന് അന്തിച്ചു പോയി. എൻ്റെ പൊന്നു സുഹൃത്തെ, ഞങ്ങൾ നാളെ പ്രതികളുടെ ലിസ്റ്റ് നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് എത്തിക്കില്ലേ? എന്തിനാണ് ഞങ്ങളെ ഈ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റുന്നത്? ഞങ്ങളൊന്നും പ്രതികളാവാൻ പോകുന്നില്ല. അതൊക്കെ അതിനുള്ള ലിസ്റ്റൊക്കെ കൊണ്ടുവന്ന് തരും. എന്താണ് ഈ പറയുന്നത് അനിൽ നമ്പ്യാർ? അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. നാളൊരു യഥാർത്ഥ പ്രതിയല്ല ഇത്തരം കേസുകളിലൊന്നും പോലീസ് പിടിക്കപ്പെടുന്നതെന്നുള്ളതിന് ആ കുട്ടിയുടെ വിളിച്ചു പറയില്ല. ആ കുട്ടി ഇന്നസെൻ്റായിട്ട് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അതിന് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടും അതിൻ്റെ കൂട്ടുകാർ പറയുന്നതനുസരിച്ചിട്ടും അത് പറഞ്ഞതായിരിക്കാം. പക്ഷേ ആ കുട്ടിയെപ്പോലുള്ളവർ അങ്ങനെ പോലീസുകാരോട് ആരോടായി പറയുന്നത്? ക്രമസമാധാനം പാലിക്കേണ്ട കാക്കിധാരികളായ പോലീസിനോട് പറഞ്ഞ ഡയലോഗാണിത്. അപ്പം അങ്ങനെ പറയാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രബുദ്ധ കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള പേരൊക്കെ കേരളത്തിന് മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് എനിക്ക് ഈ സിദ്ധാർത്ഥൻ്റെ ഈ സംഭവം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കുട്ടിയെ ക്രൂരമായിട്ട്, ഇനി മറ്റൊരു കാര്യം അനിൽ നമ്പ്യാർ ശ്രദ്ധിച്ചതില്ലേ, ഈ കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്നിട്ട് മറ്റേ കോർട്ട്യാർഡിൽ, കോളേജിൻ്റെ ഇൻറ്റേർണൽ കോർട്ട്യാർഡിൻ്റെ അവിടെ വെച്ചിട്ട് ഈ കുട്ടിയെ വിചാരണ ചെയ്യുമ്പോൾ 150 വിദ്യാർത്ഥികൾ നോക്കി നിന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ശ്രീ അനിൽ നമ്പ്യാർ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ 150 പേരും എന്നെ ഏറ്റവും പേടിപ്പിച്ച സംഗതി അതാണ്. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ കോളേജിൽ പോകുന്ന 4-5 പേരുണ്ട്. അവരിപ്പോൾ പഠിക്കുന്നത് സ്വാശ്രയ കോളേജിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ 150 പേര് നോക്കി നിന്നു എന്ന് പറയുമ്പോഴാണ് ആക്സിഡന്റ് പറ്റി വഴിയിൽ കിടക്കുന്ന ആളുകൾ വരുന്നവരും പോകുന്നവരുമൊക്കെ ഈ കൈകാര്യം ചെയ്യായിരുന്നു. എല്ലാവരും ചവിട്ടി പോവായിരുന്നു എന്ന്, വെറുതെ നിൽക്കുകയായിരുന്നില്ല എന്ന്. നോക്കൂ, ഇവർക്കൊന്നും മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാന്ന് തോന്നുന്നു. മനസാക്ഷി എന്നൊക്കെ പറയുന്നത് ഒരു മീഡിയം റേഞ്ചിൽ കാണും. മനസാക്ഷിക്കും താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും ഇല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലത്തെ 1-ാം പ്രതി ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ ക്ലിപ്പടക്കം വന്നിരിക്കുന്നത് ആ കുട്ടി ഗവേഷണ വിദ്യാർത്ഥിയാണെന്നാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ടല്ല ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് ചാടുന്നത്.
വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് മറ്റ് ഇന്ത്യയിലത്തെ കേരളമല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ നമ്മൾ അപഹസിച്ചിട്ട് പറയും അവിടെ സാക്ഷരത കുറവാണ്, നമ്മൾ പിന്നോക്ക സംസ്ഥാനം. നമ്മളീ പിന്നോക്ക സംസ്ഥാനം എന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം എന്താണ് ഇവിടെ നടക്കുന്നത്? മധുവിൻ്റെ കാര്യമായാലും ഈ വിഷയമായാലും ആ സഹപ്രവർത്തകയുടെ മുടി ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥി നേതാവ് പറഞ്ഞ വിഷയമായാലും നമ്മളെയും നാളെ ഇത് ഒരു പിന്നോക്ക സംസ്ഥാനമായി കേരളം അധപ്പതിക്കുന്നു എന്ന നിലയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറാകുന്നതെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കരകയറണം. കലാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് വരുന്നത് കലാപകുലുഷിതമായ അന്തരീക്ഷത്തിൽ വെട്ടും കൊലയും പഠിക്കാനല്ല, വിദ്യാഭ്യാസം നേടാനാണ്. ആ വിദ്യാഭ്യാസം നേടുക വഴി ഉയരങ്ങളിലേക്ക് എത്താനാണ്. ഇത്തരത്തിലുള്ള ബോധമില്ലാതെ വരുന്ന കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ട് കേരളത്തിലെ കലാലയ കലാലയ അന്തരീക്ഷം മുഴുവൻ കുലുഷിതമാണ്. ഇപ്പം ഇന്ന് തന്നെ എനിക്ക് 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ ഫോൺ വന്നു. ഈ കേട്ടത് ശരിയാണോ? ഞങ്ങൾ ഓൺലൈനിലും അത് തന്നെ വാട്സപ്പിലും വായിക്കുന്നു. ഹരി ഇത് ഈ സംഭവം ശരിയാണോ? അപ്പോൾ ആൾക്കാർക്ക് അത്ഭുതമാണ്. കേരളത്തിൽ ഇത്തരം ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം അത്ഭുതമുള്ളൊരു സംഭവമായിട്ട് ആൾക്കാർക്ക് മാറിക്കഴിഞ്ഞു. കാരണം എന്താ? ഇവിടെ റാഗിങ്ങിനെതിരെ കൃത്യമായ ഒരു നിയമ സംവിധാനം, ഒരു നീതി നിയമ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ള ഒരു സംസ്ഥാനത്താണ് ഇത് നടന്നത് എന്നുള്ളതാണ് അന്യ സംസ്ഥാനത്തിരിക്കുന്ന മലയാളികളെ ഉത്കണ്ഠാകുലരാക്കുന്നത്. അപ്പോൾ അനിൽ നമ്പ്യാർ, ഇനി ഇത്തരത്തിലൊരു സംഭവം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ, അത് താങ്കൾ പറഞ്ഞ അവിടുത്തെ ഡീൻ അടക്കമുള്ളവരാണ് കുറ്റവാളികളെങ്കിൽ അവരെ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണം സമഗ്രമായി നടക്കണം. ഇനി ഇത്തരം ഒരു സംഭവം കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ജാഗരൂകരായിരിക്കണം എന്നാണ് എന്നെ പോലെ പ്രായമായൊരു വ്യക്തിക്ക് പറയാനുള്ളത്.